ഹായ് ഗേൾസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു ഡാമ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡാമ ലൈഫാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് എടുക്കണം അതൊരു സുഖമായിട്ടില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് മദ്രസ പോയി വന്നിട്ടുണ്ട്. ഇന്ന് കഴിക്കാനെന്ന് പറയാൻ പുട്ടൊക്കെ ആയിരുന്നു. ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഇത്ത കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മദ്രസിട്ട് വന്നിട്ട് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ക്ലീനിങ് പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൽ പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ അടിച്ച് തരാൻ വന്നപ്പോൾ മിസ്സറിന് ഒതുക്കി അടിച്ചായിരിക്കും. ഞാൻ ഒതുക്കാൻ ഞാൻ അവിടെ കിടക്കണം. ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാറ്. അപ്പോൾ ഗൈസ്, ഞാൻ നിലത്താണ് കിടക്കാറ്. ഞാൻ മുകളിൽ ഞാൻ കോസ്റ്റഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് കിടക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അതിൽ നല്ല മൂത്രമൊഴിച്ചു ഗൈസ്. അപ്പോൾ മുകളിൽ പണി അല്ല, ബെഡ് മേലിൽ ഇപ്പോൾ എല്ലാവർക്കും കൂടി കിടക്കാൻ കഴിയില്ല ഒക്കെ പറഞ്ഞു. ഞാനും വല്ല ഇഷ്യൂ നിലത്താണ് കിടക്കാറ്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു, എന്നാൽ 2 പൊത്ത് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ തണുപ്പുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി അത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. ഉമ്മച്ചി കഴിയാത്തതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാൻ അടി കിടന്നു. അതാണ് 2 പൊത്തൊക്കെ കേട്ടോ. ഞാൻ പൊച്ചിന് കൊടുത്ത് ഞാൻ രാവിലെ മദ്രസക്ക് പോയ ടൈമിലാണ് വേഗം നീച്ചാൽ മടക്കി വെക്കുമല്ലോ. അപ്പം അങ്ങനെ മടക്കി വെച്ച് കോഴ്സിട്ടൊക്കെ ഞാൻ മടക്കി വെക്കാറുണ്ട്. ഇതും മടക്കി വെക്കാറുണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചി പറഞ്ഞു, ഞാൻ മടക്കി വെച്ചോളാം, ഇജവിടെ വെച്ച് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അമ്മച്ചി മദ്രസയിട്ട് വന്ന ടൈമിൽ വെച്ച് ക്ലീൻ ചെയ്തോന്ന് പറഞ്ഞപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ വേഗം ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് മടക്കി വെച്ചു. സത്യം പറയാം, ഇത് 2 കൂടി മടക്കി വെക്കുന്ന ടൈമിലാണെങ്കിൽ അവിടെ ഒരുമാതിരി നുളോളിയൊക്കെ കേൾക്കുന്നുണ്ട്. मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद, मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद, मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद, मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद, मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद. അപ്പോൾ ഗൈസ്, എന്തെങ്കിലും ഒരു മോഡലിന് വിരിക്കാന്ന് കരുതി. അപ്പം അങ്ങനെയൊക്കെ വിരിച്ചൊന്ന് നോക്കുകയാണ്. ഞാനിതുവരെ അങ്ങനെ വിരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിരിച്ചുകൊണ്ട് മടക്കി വെച്ച് അങ്ങോട്ട് പോകലാണ്. നമ്മൾ അങ്ങനെ ഒരു മോഡൽ വെക്കലൊന്നും ഇല്ല. അപ്പോൾ ഒരു മോഡലിനൊക്കെ വേണ്ടിയിട്ട് ഞാനൊന്ന് അവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചു. പിന്നെ അങ്ങനെ വെച്ച് രസം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയതൊന്നും തോന്നിയില്ല. എനിക്കത് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ അത് വെച്ചില്ല. കാരണം എന്താ വെച്ചാൽ അൽമാറ നിങ്ങൾ കണ്ടല്ലോ, അതിൽ അല്ലെങ്കിൽ ഓൾറെഡി 3 പൊത്ത് വെച്ചപ്പോൾ തന്നെ നിറഞ്ഞു. ഇനി ഒരു പൊത്തിനുള്ള സ്പേസ് അതിലില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അപ്പം ചില ടൈമിൽ എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് ചെയ്യാൻ. ചില ടൈമിൽ ഇൻട്രസ്റ്റ് തന്നെ ഇല്ലായിരുന്നു. പക്ഷേ കുറേ പറഞ്ഞതായാലേ ഞാൻ ചെയ്യുള്ളൂ. ഇപ്പോൾ അതാണ് കേട്ടോ ഗൈസ് ഫൈനൽ ലുക്ക്. ഞാൻ ഇങ്ങനെ ചെയ്ത സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും കേട്ടോ. അപ്പോൾ ആ തൽക്കാലികളെ കൊണ്ട് വെക്കണം. ഇഷ്യൂലൊക്കെ ഭയങ്കര കളിയിലായിരുന്നു. ഇതൊക്കെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ ഇട്ടതാണ്. നല്ലൊരു ഇതൊക്കെ അങ്ങനെയല്ല. പിന്നെ അതുമല്ല, ഇന്നലെ ഞങ്ങൾ ഉപ്പനെ കാണാനൊക്കെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ടൈം പോയാണ്. അപ്പോൾ ഞാൻ ടാബിലൊന്ന് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്.
ഇന്നലെ ഉപ്പപ്പാനെ കാണാൻ പോയിരുന്നു. അപ്പോൾ പിന്നെ പോയി വന്നപ്പോൾ ആ ഒരു തിരക്കിലെല്ലാം അവിടെ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ആണെങ്കിൽ നമ്മളങ്ങനെയാണല്ലോ ചെയ്യുക, എന്ത് വന്നാലും വേഗം കിടക്കാനാണല്ലോ നമുക്ക് പൂതി ഉണ്ടാവുക. ഇതാണ് അല്ലുവിൻ്റെ റിബൺ കളക്ഷൻ. പിന്നെ സിനിമയുടെ ഒരു പെട്ടി നോക്കിയെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ബ്ലൂ റിബൺ കളക്ഷൻ ആയിട്ടുള്ളൊരു കളക്ഷൻ കണ്ടപ്പോൾ പിന്നെ അതന്നെ എടുത്തു. ബ്ലൂ റിബൺ കളക്ഷൻ കണ്ടപ്പോൾ പിന്നെ ഒരു റിബൺ എന്നൊക്കെ ചെയ്തപ്പോൾ ഞാൻ റിബൺ കളക്ഷൻ ആക്കി തന്നെ ഉണ്ട് ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ നമ്മളിനി ഈ ഒരു പാവച്ചുകുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇന്നലെ ആരൊക്കെ വീട്ടിലിടുമ്പോഴുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, മഴയും ഒക്കെ നല്ലൊരു ഇടിമഴ ഉണ്ടായിരുന്നല്ലേ. വേഗം വന്നപ്പോൾ ഞങ്ങൾ മേലൊക്കെ കേൾക്കി, ഉമ്മച്ചി മേലേക്കാൻ പറഞ്ഞപ്പോൾ അപ്പം മേലൊക്കെ കേൾക്കി. പിന്നെ ഇങ്ങനെ പേടിച്ചിരിക്കും, കാരണം നല്ല ഇടിമഴയല്ലായിരുന്നു. ഒരു സ്ഥലത്ത് പോയി എന്ന് വെച്ചാൽ ഓഫീസ് റൂമിൽ പോയി എല്ലാവരും അവിടെ ഇരിക്കും, എല്ലാവരും ഒരു കൂട്ടത്തിൽ ഇരിക്കും കേട്ടോ, പേടിയുണ്ട്. അപ്പോൾ ഞാൻ ടാബിലൊക്കെ ഒന്ന് തൂത്തണം, നല്ല പൊടി ഉണ്ടായിരുന്നു. അല്ലുവിനെ പേടിച്ചിട്ട് കോണിൻ്റെ അവിടെ 2 സ്റ്റൂൾ വെച്ചുകൊണ്ടാണ് സ്റ്റൂളിൻ്റെ കളക്ഷൻ കുറവ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ അടുക്കി ഒതുക്കി വെക്കാണ് സ്റ്റൂളൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സൗണ്ടൊക്കെ എന്താ നിങ്ങൾ കരുതുമല്ലോ, അതൊക്കെ ഞങ്ങളെ ഫ്രണ്ട് എന്ന് വെച്ചാൽ വിഷുവിൻ്റെ കൂടെ കളിക്കാൻ വരുന്ന കുട്ടികളാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനായിരുന്നു, 2-3 ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ മടക്കി വെച്ചുണ്ട്, അതൊക്കെ കൊണ്ടുവയ്ക്കാനാണുള്ളത്. കുറേ ഞാൻ രാത്രി ഞാൻ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റും മടിക്കാനെ കുറച്ച് ഗതി വെട്ടു ഗൈസ്. അവളെങ്കിൽ ചൂടുണ്ട്, ഇക്കത്തെ ചൂട് ഗൈസ്. പിന്നെ ഫാൻ ഇട്ടു കേട്ടോ, കാരണം എന്താ വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു. അതുമല്ല ഈ ഫാൻ ഇട്ടിട്ട് നമ്മൾ വിരിക്കണതൊക്കെ പാറായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ കുറേ ഗതിയിട്ടിട്ടാണ്, പിന്നെ നല്ല ഗതിയിട്ടും. പിന്നെ നിങ്ങൾ मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद। मुझसे जो नजरें चुराने लगे, मुझसे जो नजरें चुराने लगे, मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद। मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद। ആ കുഞ്ഞു പായലിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് നിൻ്റെതായിരുന്നു. എൻ്റെ അത് ഇഷ്യൂ ഞാൻ ഷെയർ ചെയ്തു, ഇഷ്യൂ അത് അല്ലുവിന് ഷെയർ ചെയ്തു. ഞങ്ങളെല്ലാവരും നിസ്കരിക്കുമ്പോൾ ഓളും കൂടെ നിസ്കരിക്കും. ഞങ്ങൾ പിന്നെ നല്ല രസമാണ് നിസ്കരിക്കണമൊക്കെ കാണാൻ. ഞങ്ങൾ ചെയ്യണം അതേപോലെ ചെയ്യും, നല്ല രസമാണ് കേട്ടോ. ഞാൻ ഓള് നിസ്കരിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സിറ്റൗട്ടാണ് ആദ്യം അടിച്ച് ചെയ്തത്. ഞാൻ മുറ്റമൊക്കെ ഞങ്ങൾ ആദ്യം അടിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും ഉമ്മി. പിന്നെ ഞാൻ ഓഫീസ് റൂമൊക്കെ ഒന്ന് അടിച്ചേരി. मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद। ഇപ്പോൾ ഗൈസ് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്, ഇവിടെ കുറേ കളിച്ചാവാനുണ്ടായിരുന്നു വിഷു. ഒരു കളിച്ചെടുത്ത് വെക്കാറൊക്കെ ഉണ്ട്. ചില ടൈമിലൊരിതാണ്, ഈ ടൈമിൽ എടുത്ത് വെച്ചില്ല. ഞാൻ ചൂടാനൊന്നും പോലെ അല്ല, ഇങ്ങനെ എപ്പോഴും ഓനങ്ങനെ ഇതാക്കും. ഞാൻ പിന്നെ വേഗം എല്ലാം ചെയ്ത്, പിന്നെ ഞാൻ ആ എറിയുന്നത് അവിടെ ഞങ്ങൾ കളിച്ചാവന് വെക്കുന്ന സെക്ടർ ഉണ്ട്, അപ്പോൾ അവിടെ വെച്ചത് കേട്ടോ. मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो।
करना तू और बर्बाद। मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद। मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद। मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद। പിന്നെ അവിടെ ഒക്കെ തട്ടി കട്ടിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചേരി പിന്നെ ആ റൂമൊക്കെ ഒന്ന് അടിച്ചു തരാൻ വേണ്ടിയിട്ട്. मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद। मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। करना तू और बर्बाद। ഗൈസിനെ കുളിച്ച് വന്നിട്ടുണ്ട്. എന്നാലും ഇതെന്താ രൂപം നിങ്ങൾ വിചാരിക്കും. ഞാൻ കുളിച്ച് വന്നതിന് ശേഷം രാവിലെ എണീച്ചാലും ഫെയർ ലവ്ലിയും ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കണം കണ്ടിട്ട് അല്ലുമാക്കും ചെറുതായിട്ടൊന്ന് ഉപയോഗിക്കണം എന്നുള്ളൊരിതുണ്ട്. ഓള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് തേക്കുന്നുണ്ട്, പക്ഷെ ഇത് തേക്കൂല. കാരണം ഞാനിത് ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഓളിങ്ങനെ നിൽക്കുന്നുണ്ട്, ഓൾക്കറിയില്ലല്ലോ, പറ്റിക്കാം നമുക്കോളെ. പിന്നെ ഞാനിങ്ങനെ മേക്കപ്പ് ഒന്നും ഇടൂല കേട്ടോ. മേക്കപ്പ് അലിഞ്ഞൂർ ലിപ്സ്റ്റിക്കൊക്കെ ഇല്ലാതെ പൗഡർ ഇടും. അങ്ങനെ ഈ എന്താ പറയുക, കോമ്പാക്റ്റ് പൗഡർ, സൺസ്ക്രീന്, അങ്ങനത്തെ ഇതൊന്നും മേക്കപ്പ് സാധനം ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. ഇനിയിപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചോദ്യം തന്നെ ഇപ്പം ചോദിച്ചു ഞാൻ വാങ്ങട്ടെ ചോദിക്കും. അപ്പോൾ ഇപ്പം ചോദിച്ചു ജുഡു ചോദിച്ചോ. അപ്പോൾ പിന്നെ ഞാൻ ഇടില്ല. കാരണം ഇതിനെപ്പറ്റി എനിക്ക് തന്നെ നല്ല ധാരണ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറയും. അപ്പോൾ ഉമ്മി അങ്ങനെ തന്നെ പറയില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് കൈ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല പോലെ സോഫ്റ്റ്നെസ് തോന്നാനാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇത് ഉപയോഗിച്ചാൽ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഈ പണിയെടുക്കുന്നുണ്ട്. ഇഷു കുളിച്ചതിന് ശേഷം എന്താണ് എടുക്കലെന്നേക്കാം നിങ്ങൾ വിചാരം. ഓന് തലയിൽ എന്തോ ഒരു ക്രീം ഉണ്ട്. അടുത്ത ഇഷു ഇപ്പം പറയണ്ട. ഈ ഒരു സംഭവം എന്താ പറയുക, ബീക്കൂൾ ബെൽഫോർ. ഇനി എന്താ പണിയെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സംഭവം വേണം. രണ്ടും ഒരേ പ്രൊഡക്റ്റ് തന്നെ ആയിക്കോട്ടെ. ഞാൻ അങ്ങനെയൊക്കെ നോക്കും കേട്ടോ. ചില നേരത്ത് ഞാൻ നോക്കില്ല, എനിക്ക് ദേഷ്യം പിടിക്കും. ചില നേരത്ത് ഈ ഒരു സംഭവം കേട്ടോ, ജസാഡിൻ്റെ പൗഡറും ജസാഡിൻ്റെ അലിനീറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാം. പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലുവിൻ്റെ തൊള്ളേക്ക് ഇട്ടിടുക. ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ട് കോമ്പാക്ട് പൗഡർ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉമ്മയുള്ളത് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ടൈമിലായിരുന്നു. ഈ 6ാം ക്ലാസ്സിലാണ്, ഇപ്പോൾ നീക്കാണ് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ആ ടൈമിൽ ഇട്ടിരുന്നു ലിപ്സ്റ്റിക്ക്. ആ ടൈമിൽ ഞാൻ 25 അട്ടിന് കേട്ടോ. ഈ കോഫി ഷെയ്ഡ് 25 ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെ. ഇനി നമുക്ക് ജസാഡിൻ്റെ അലിനിയറാണ്. അത് വാട്ടർ പ്രൂഫാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനത് എടുക്കും, കാരണം എനിക്കത് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷെ വേറെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഗൈസ്, ഞാൻ അലിനിയർ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇഷ്യൂവിൻ്റെ ലുക്കാണല്ലോ.
നമുക്ക് കൈ വാഷ് ചെയ്യാം. ഞാൻ എപ്പോഴും കൈ വാഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കും കേട്ടോ. അതൊരു ശീലമായിപ്പോയി, വെറുതെ എടുക്കും. എനിക്കിത് ഓർമ്മ വന്നത്, ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയതായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞത്. ഗൈസ് മാങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട്. ലഞ്ചിനുള്ളത് മീനുണ്ട്, മത്തിയാണ്, കറക്കച്ചാറുണ്ട്, കറിയുണ്ട്, എനിക്കറിയില്ല പേരും കറിയില്ല, പപ്പടമുണ്ട്. നമുക്കിതൊന്നൊരു പിടി പിടിക്കാം. മീനും പപ്പടവും ഒക്കെ ഏതുപോലെ ചെയ്ത് നോക്കണം ഗൈസ്, രസമുണ്ടോന്ന്. അടിപൊളി ഗൈസ്, നല്ല രസമുണ്ട്, തണുത്തുള്ളുണ്ട് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ടൈമിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊക്കോ പൗഡർ ബാക്കിയാണ്, കൊക്കോ പൗഡറും പിന്നെ അതുപോലെ തന്നെ കൊക്കോ പൗഡറും പിന്നെ അതുപോലെ തന്നെ മൈദയൊക്കെ ഇട്ടുള്ളത് മിക്സ്ചർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ബാക്കിയുള്ളത് പിന്നെ അതിനോട് ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്നു. അതിനും പിന്നെ ബാക്കിയുള്ളതിന് ചെറിയൊരു പരീക്ഷണം നടത്തിയതാണ്. പക്ഷെ അടിപൊളിയാണ് ഗൈസ്. കൊക്കോ പൗഡർ പാൽ കേട്ടോ, പാൽ ഏത് പാലാവോ, ഞാൻ ആട്ടുംപാലാണ് എടുത്തത്. അവിടെ ആക്കാണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് ആട്ടുംപാലാണ്. അപ്പോൾ അൽവസ്താണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കിട്ടിയ ആട്ടുംപാൽ അതിനോടൊന്ന് ചെയ്യാൻ കരുതി. ഫസ്റ്റ് ട്രൈ ആണ്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മാംഗോ ഫ്ലേവർ വരുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും കുടിച്ച് അത് അവിടേക്കും ഇങ്ങനെ നോക്കിയിരുന്ന് തിന്നാം. അടിപൊളിയാണ്. ഞാൻ മയക്കാറുണ്ട്. വിഷുവിനൊപ്പം വെച്ച് വത്തൊക്കെ ചെത്തി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ചിത്രം നോക്കണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല കാര്യമായിട്ടുള്ള എന്തോ ഒരു ചിത്രം ഉണ്ടാവുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഗൈസ് കുറേ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതി, ഓരോ ബുക്കിൽ എഴുതി. അതുപോലെ നോട്ടിലും കുറച്ചൊക്കെ എഴുതാണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേഗം എഴുതിയെടുത്തു. ബുക്കിൽ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേഗം എഴുതിയിട്ട് പറഞ്ഞു വാ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കണം. ഇനിയും എഴുതാറുണ്ട് കേട്ടോ. അതിനി രാവിലെ എണീറ്റിട്ട് ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ അവരും കൂട്ടി തന്നെ എഴുതാമെന്ന് കരുതി. എൻ്റെ മദ്രസയിലെ ആകെ ഒരാളുടേതാണ്. ഇത് ഞാൻ പൊതുന്ന ടൈമിൽ തന്നെ മിസ്സായി പോയതാണ് കേട്ടോ. മദ്രസ ഓക്കെ ഇത് അങ്ങനെ വെക്കണം. ഗൈസ് നമ്മൾ കൈ കഴുകണം, നമ്മൾ വീഡിയോ എടുക്കണ്ടേ. അങ്ങനെ ആ ഫുഡ് കഴിക്കാൻ വരുന്നത് അതേ സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ. അച്ചാറ് കഴിഞ്ഞു. അപ്പോൾ അത് കുലുക്കിയെടുക്കുകയാണ് വിഷു. ഗൈസ് നമ്മൾ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്ലൂന് ഫുഡ് എടുക്കാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരേക്കും. ബൈ.